Welcome back. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓൾ ഇൻറ്റിജർ വാല്യൂസ് ഓഫ് എ സച്ച് ദാറ്റ് ദ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് 1991 പ്ലസ് 1 ക്യാൻ ബി ഫാക്ടേർഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് സി വെയർ ബി സി ആർ ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇത് ആക്ച്വലി ഇതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ട്രിക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. ഒളിമ്പ്യാഡിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു സംഭവമാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ബൈ ദ വേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും വരാനൊക്കെ സാധ്യതയുണ്ട്. ഇത് 1991 വന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, ഈ സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ കോമൺ ആയിട്ടുള്ള കുറെ സ്ട്രാറ്റജീസ് പറയാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് 1991 പ്ലസ് 1. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് 1991 പ്ലസ് 1 ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റണം. ബേസിക്കലി ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കണം. ആ സീറോസ് എന്തായിരിക്കണം? ഇൻറ്റീജേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് എക്സ് സ്ക്വയർ പ്ലസ് 1991 പ്ലസ് എ ടൈംസ് എക്സ് പ്ലസ് 1991 എ പ്ലസ് 1 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ റൂട്ട്സ്, ഇപ്പോൾ നമ്മളിത് പി ഓഫ് എക്സ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പോളിനോമിയൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ റൂട്ട്സ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ദ റൂട്ട്സ് ആർ എന്താ കിട്ടാൻ പോകണമെന്ന് വെച്ചാൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1991 പ്ലസ് എ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓവർ ബി സ്ക്വയർ. അപ്പോൾ 1991 പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1991 എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ റൂട്ടുകളെല്ലാം എന്തായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്? അത് ഇൻറ്റിജേഴ്സ് ആവണം. ഇൻറ്റിജേഴ്സ് ആവണമെങ്കിൽ എന്തായാലും എന്താവണം? ഈ റൂട്ടിനുള്ളിലുള്ള ക്വാണ്ടിറ്റി എന്തായാലും എന്താവണം? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. കാരണം ഇത് ഇൻറ്റിജർ ആവണം. അത് മാത്രമല്ല മൊത്തത്തിൽ ഈ ക്വാണ്ടിറ്റി എന്താവണം? ഡിവിസിബിൾ ബൈ 2 ആവാൻ കൂടി വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? 1991 പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1991 എ പ്ലസ് 1 ആണല്ലോ. അപ്പോൾ ഇത് നോക്കിക്കേ, ഈ സാധനം 1991 പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1991 ടൈംസ് എ മൈനസ് 4 എന്ന് കിട്ടും. ഇത് നോക്കിക്കേ, ഇത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy ഫോർമാറ്റിലാണ്. അതപ്പോൾ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആയിരിക്കും. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 1991 മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് 4 എന്ന് കിട്ടും. ഇതാണ് ഇതിലെ ക്രൂഷ്യൽ പാർട്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ കാര്യം എന്താ? റൂട്ടിനുള്ളിലുള്ള ക്വാണ്ടിറ്റി അഥവാ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ ക്വാണ്ടിറ്റി എന്തായാലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഡി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. ഡി ഷുഡ് ബി എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ഡി എന്ന് പറഞ്ഞ സാധനം സം ബി സ്ക്വയർ ആണെങ്കിൽ യുവർ ബി സ്ക്വയർ ഇസ് ഓഫ് ദ ഫോം എങ്ങനെ വരണം? 1991 എ മൈനസ് 4 ആണ്. ഓക്കെ, ഇനി 1991 മൈനസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് 4. ഇനി ഇതൊരു ഇൻറ്റിജർ ആണ്. ഇൻറ്റിജറിൻ്റെ സ്ക്വയർ ആണ് ഈ സാധനം. ഇതൊരു ഇൻറ്റിജറിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇൻറ്റിജറിൻ്റെ സ്ക്വയറുകൾക്ക് ഒരു പാറ്റേൺ ഉണ്ട്. എന്താണെന്നറിയോ? 0ൻ്റെ സ്ക്വയർ 0 ആണ്, പിന്നെ 1ൻ്റെ സ്ക്വയർ 1 ആണ്, പിന്നെ അതെന്താണ്? ഇത് 4 ആയിരിക്കും, 9 ആയിരിക്കും, പിന്നെ 16 ആയിരിക്കും, ഇങ്ങനെ പോകുന്നു. ഇവിടെ ഇത് 1 മൈനസ് 1ൻ്റെ സ്ക്വയർ മൈനസ് 2ൻ്റെ സ്ക്വയർ പിന്നെ മൈനസ് 4 അല്ല 4 തന്നെ, അതുപോലെ മൈനസ് 3ൻ്റെ സ്ക്വയർ 9, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ഇൻറ്റിജറുകളുടെ സ്ക്വയറുകൾ തമ്മിലുള്ള ഡിഫറൻസ് 4 വരണം. ആ 4 വരുന്നത് എവിടെയാണെന്ന് മനസ്സിലായോ? ദാ ഇവിടെയും ഇവിടെയും മാത്രമാണ് ആ ഡിഫറൻസ് 4 വരുന്നത്. ഇതാണ് ഇതിലെ ഒബ്സർവേഷൻ. ഓക്കെ, അപ്പോൾ ആ 4 വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നോക്കിക്കേ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 4 വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നമ്പർ 0യും മറ്റേ നമ്പർ 4 ആവുന്ന കേസിലാണിത് സംഭവിക്കുന്നത്. അപ്പോൾ ദിസ് നമ്പർ ഹാസ് ടു ബി 0ൻ്റെ സ്ക്വയർ, ദിസ് നമ്പർ ഹാസ് ടു ബി പ്ലസ് ഓർ മൈനസ് 2ൻ്റെ സ്ക്വയർ. ഇതാണ് അവിടുത്തെ ലോജിക്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായതെന്ന് വെച്ചാൽ യുവർ 1991 മൈനസ് എ ഹാസ് ടു ബി പ്ലസ് ഓർ മൈനസ് 2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1991 മൈനസ് ഓർ പ്ലസ് 2 എന്ന് കിട്ടും. അതായത് 1989 ഓർ 1993 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്കിനി ഒന്ന് വെരിഫൈയും കൂടി വേണം. കാരണം നമുക്ക് ആ ഡിസ്ക്രിമിനൻ്റിൻ്റെ വാല്യൂ നമുക്ക് 0 ആണ് കിട്ടിയത്. ഡിസ്ക്രിമിനൻ്റിൻ്റെ വാല്യൂ 0 കിട്ടുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ക്വാണ്ടിറ്റി 0 ആയി പോയിണ്ടാവും. ഇനി എ വാല്യൂ നമ്മൾ 1989 കൊടുക്കുമ്പോൾ എന്തായിരിക്കും? അത് ഓക്കെ ആണ്, ഈവൻ ആണ്, അപ്പോൾ ഇൻറ്റിജർ ആണ്.
അതുപോലെ 1993 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ഈവൻ ആണ്, ഓക്കെ ആണ്. അപ്പോൾ ആ രണ്ട് വാല്യൂസ് ഓഫ് എ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1989 1993 ആണ്. ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അഡ്ജസൻ്റ് അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്താണെന്ന് പരിശോധിക്കുക ചെയ്തത്. അല്ലെങ്കിൽ ചെയ്യേണ്ട വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ബി സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഫോർമാറ്റ് ആണല്ലോ, ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. ഓക്കെ, ഫാക്ടറൈസ് ചെയ്ത് നോക്കിയിട്ട് അതെന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റിജർ സൊല്യൂഷൻസ് എങ്ങനെ വരണേ അങ്ങനെയൊക്കെ നോക്കണം വേണ്ടത്. അപ്പോൾ അതുപോലത്തെ ഒരു അപ്രോച്ച് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു പ്രോബ്ലത്തിൽ കാണാം. ഇവിടെ ജസ്റ്റ് ആ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സ്ക്വയർസ് എഴുതി നോക്കിയാൽ അവിടെ 4 ഗ്യാപ്പ് എവിടെ വരുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. കാരണം ഇവിടെ ഗ്യാപ്പുകൾ 1 പിന്നെ 3 പിന്നെ 5 പിന്നെ 7 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 4 ഗ്യാപ്പ് വരുന്നത് -2ൻ്റെ സ്ക്വയറും 0ൻ്റെ സ്ക്വയറും, അതുപോലെ 0ൻ്റെ സ്ക്വയറും 2ൻ്റെ സ്ക്വയറും തമ്മിലാണ്. അപ്പോൾ ഈ നമ്പർ +or-2 ആവണം, ഇത് നമ്പർ എന്താവണം 0 ആണ്. ആ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. ഓക്കെ.